this world is room for everyone. The good earth is rich and can provide for everyone. The way of life can be free of everyone. But we have lost the way. Greed has poisoned men's souls, has barricaded the world with hate, has goose-stepped us into misery and bloodshed. We have developed, but we have been sin. Its spirit gives abundance, never to want. Our knowledge has made us cynical, our cleverness hard and unkind. We think too much, we need humanity. More than cleverness, we need kindness and gentleness. Without these qualities, life will be violent, and all will be lost. ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏകാധിപതികളുടെ മനഃശാസ്ത്രം, അതായത് ഡിക്റ്റേറ്റേഴ്സിൻ്റെ സൈക്കോളജിയാണ്. ഡിക്റ്റേറ്റേഴ്സിൻ്റെ സൈക്കോളജി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ നാർസിസം പറയുന്ന പോലെ തന്നെ അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ഡിക്റ്റേറ്റർഷിപ്പ്, വിച്ച് ഈസ് പൊളിറ്റിക്സിലാണെന്നേ ഉള്ളൂ സംഭവിക്കുന്നത്. ഉദാഹരണം നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെയുള്ള സ്ഥിതിക്ക് നമുക്ക് അധികം വൈകിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒതോറിറ്റേറിയനിസം അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത് അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ എന്നുള്ളത് തന്നെയാണ്. പവർ ഈസ് കോൺസെൻട്രേറ്റഡ് ടു എ സിംഗിൾ പേഴ്സൺ. ഒരാളുടെ കയ്യിൽ പവർ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ പവറിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരാൾ, അയാളെയാണ് ഡിക്റ്റേറ്റർ എന്ന് വിളിക്കുന്നത്. ഒതോറിറ്റേറിയനിസം അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരാളും അതിനൊപ്പം അയാളുടെ ചുറ്റും നിൽക്കുന്ന കുറച്ച് ആൾക്കാരും, അല്ലെങ്കിൽ ഒരു പാർട്ടി, അല്ലെങ്കിൽ അയാളുടെ ചുറ്റും നിൽക്കുന്ന അണികൾ, അങ്ങനെ കുറേ ആൾക്കാരും ഉൾപ്പെടും ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഒതോറിറ്റേറിയനിസം എന്ന് പറയുന്നതിനകത്ത്. അപ്പോൾ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഒതോറിറ്റേറിയനിസം എന്ന് പറയുന്ന കാര്യം നമ്മുടെ നമ്മുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ, നമ്മുടെ ജനാധിപത്യത്തെ തീരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കബളിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു കാര്യമാണ് ഒതോറിറ്റേറിയനിസം അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ്. ഡിക്റ്റേറ്റർഷിപ്പ് നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും ഒരു ഡിക്റ്റേറ്ററിനെ നമുക്കൊട്ടും അയാളെ താഴെ ഇറക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അയാളുടെ മാനിപ്പുലേഷൻ ടെക്നീക്കിലൂടെ അയാളിങ്ങനെ ബാക്കി എല്ലാവരെയും കൈയടക്കി വെക്കുന്ന ഒരു നേതാവായി ഉയർന്നു വരുമ്പോൾ, അയാളുടെ പേര് മാത്രം നമ്മളുടെ കാതിൽ കേൾക്കുമ്പോൾ, നമ്മുടെ രാജ്യത്തിൻ്റെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പേര് പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ പേര് മാത്രം കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വേച്ഛാധിപതി അല്ലെങ്കിൽ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ആളിനെ നമുക്ക് താഴെ ഇറക്കുക ബുദ്ധിമുട്ടാണ്. അത് ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തോടടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർ സൈക്കോളജി ഉപയോഗിച്ച് ബാക്കിയുള്ളവരെ കബളിപ്പിക്കുന്നതെന്നും ഓരോരുത്തരെയും കബളിപ്പിച്ച് അവരുടെ കയ്യിൽ ആക്കുന്നതെന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾക്ക് അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പവറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ ആദ്യം ഓർമ്മ വരുന്ന നെയിമാണ് അഡോൾഫ് ഹിറ്റ്ലർ. 1930കളിൽ നാസി ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ പവറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പല കാര്യങ്ങളും, ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നമ്മൾ കേട്ടു തുടങ്ങുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ക്രൂരമായ ഒരു മുഖം നമ്മൾ അനുഭവിക്കുന്നത് ഹിറ്റ്ലർ നാസി ജർമ്മനിയിൽ അധികാരത്തിൽ വന്നതോടുകൂടിയാണ്. കൃത്യമായി അന്ന് നാസി ജർമ്മനിയിൽ ഉണ്ടായിരുന്ന എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി മുതലെടുത്തുകൊണ്ട്, മൈനോറിറ്റിയെ ഒപ്രസ് ചെയ്തുകൊണ്ട്, അവിടുത്തെയുള്ള ആൾക്കാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് കബളിപ്പിച്ച് അയാളുടെ നയം, അയാളുടെ പ്രൊപ്പഗാൻഡ അവതരിപ്പിച്ച് അങ്ങനെ ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് ഉയർന്നു വന്ന് ലോകത്തെ ആദ്യത്തെ ഡിക്റ്റേറ്റർ അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയുള്ള ഏറ്റവും ഭീകരനായ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. ഞാൻ ഈ വീഡിയോയിൽ ഇവർ ചെയ്ത കാര്യങ്ങളും ഇവർ അന്ന് നാസി ജർമ്മനിയിൽ വന്ന കാര്യങ്ങളും അങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ മനുഷ്യർ മനഃശാസ്ത്രപരമായി എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു, സൈക്കോളജിക്കലി ഈ ഒരു അധികാരം അവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ, അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക്, ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ നാർസിസം എന്ന് പറയുന്നൊരു കാര്യം, ഇവരിലെ നാർസിസം എന്ന് പറയുന്ന ഒരു കാര്യം ദാറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഒതോറിറ്റേറിയൻ ലീഡേഴ്സിൻ്റെ സൈക്കോളജിക്കൽ ട്രെയ്റ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ നമ്പർ 1 ആയിട്ട് പറയേണ്ട കാര്യം നാർസിസമാണ്. ഒരുപാട് ഒതോറിറ്റേറ്റീവ് ഫിഗേഴ്സ് ഇതേപോലെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് എല്ലാം കാണിക്കുന്ന ആൾക്കാരായിരുന്നു. ലോകത്ത് ഈ കക്ഷി രാഷ്ട്രീയം ഉണ്ടായ കാലം മുതലേ, പൊളിറ്റിക്സ് ഉണ്ടായ കാലം മുതലേ ഉണ്ടായി വന്ന പല ഡിക്റ്റേറ്റേഴ്സും നാർസിസ്റ്റിക് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് കാണിച്ചിട്ടുള്ളവരാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് സെൽഫ് പ്രൊമോഷനിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന, ഏറ്റവും കൂടുതൽ അഡ്മിറേഷൻ ആൾക്കാരിൽ നിന്ന് ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരുടെ ഫീലിങ്സിന് യാതൊരു വിലയും കൊടുക്കാത്ത ഒരു നേതാവായിരുന്നു.
ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു ദൈവികമായ ഒരു ഫിഗറിനെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് യാദൃശ്ചികമായിട്ടുള്ളൊരു തോന്നലല്ല. നാർസിസം എന്ന് പറയുന്ന കാര്യം, ആ നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ്, സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുന്ന കാര്യം ഏറ്റവും കൂടുതൽ നടത്തിയിരുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ എപ്പോഴും അഡ്മിറേഷൻ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരുടെ ആരാധന ആഗ്രഹിക്കുന്ന, ദൈവതുല്യമായിട്ടുള്ള ആരാധന മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിക്കുന്ന, എന്നാൽ മറ്റുള്ളവരുടെ ഫീലിങ്സിന് അത്രയധികം വില കൽപ്പിക്കാത്ത ഒരാളും കൂടിയാണ് നരേന്ദ്രമോദി. എപ്പോഴൊക്കെ അദ്ദേഹം മൈക്കിന് മുന്നിൽ പ്രസംഗിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒപ്പോസിഷനായിട്ടുള്ള ആൾക്കാരെ, അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരെ, അവരുടെ ഫീലിങ്സിന് യാതൊരു വിലയും കൊടുക്കാതെ സംസാരിച്ചിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി. ഈ ഡിക്റ്റേറ്റർ ലീഡേഴ്സിൻ്റെ മറ്റൊരു വലിയ വശം, അവരുടെ സൈക്കോളജിയിലെ മറ്റൊരു വലിയ വശമാണ് മിഷേവെലിയനിസം. മിഷേവെലിയനിസം എന്ന് പറയുന്ന ട്രെയ്റ്റ്സിന് നമുക്കൊരു ഉദാഹരണമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പറയാം. ഇൻ്റർനാഷണൽ റിലേഷൻസിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മാനിപ്പുലേഷൻ കാണിക്കുന്ന ഒരാളാണ് വ്ളാഡിമിർ പുടിൻ. ഇൻ്റർനാഷണൽ പോളിസീസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റെബിലിറ്റിക്ക് മുകളിലായിട്ട് സ്വന്തം ഇൻട്രസ്റ്റുകളെ പ്രതിഷ്ഠിക്കാൻ എപ്പോഴും താല്പര്യം കാണിച്ചിരുന്ന, അത് നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് വ്ളാഡിമിർ പുടിൻ. ഇവിടെ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ നമ്മുടെ നേതാവ് നരേന്ദ്രമോദിയും ഇതുപോലെ വളരെ തന്ത്രപരമായിട്ട് തൻ്റെ ആശയങ്ങൾ, താൻ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുവരുന്ന ആശയങ്ങളുടെ ക്രെഡിറ്റ് താനാണ് കൊണ്ടുവന്നതെന്ന് ധരിപ്പിക്കാനായിട്ട്, മറ്റ് ജനങ്ങളെ ധരിപ്പിച്ച് അവരെ വിശ്വസിപ്പിച്ച് താനാണ് മിടുക്കൻ എന്ന് ബാക്കിയുള്ളവരെ അറിയിക്കാനായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ വിശ്വസിപ്പിക്കാനായിട്ട് വളരെ കഴിവുള്ള ഒരാളാണ്. നമ്മുടെ ഈ കോവിഡ് വാക്സിൻ്റെ കവറിലൊക്കെ ഫോട്ടോ അടിച്ചു വെച്ച കാര്യമൊക്കെ അതും, അതിനൊപ്പം തന്നെ ഈ ഭക്തിയുടെ പേരിൽ രാമക്ഷേത്രമൊക്കെ പണിയുന്ന സമയത്ത് അവിടെ പോയി നിന്ന് പൂജ ചെയ്ത് ക്യാമറയിൽ ഇടയ്ക്കിടയ്ക്ക് ഒളി കണ്ടിട്ട് നോക്കി പ്രധാനമന്ത്രിയാണോ പൂജാരിയാണോ എന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത രീതിയിൽ കൺകെട്ട് വിദ്യകളൊക്കെ കാണിക്കുന്ന ആളാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ. പിന്നെ ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം സ്വന്തം പേരിലേക്ക് മാറ്റിയതും, നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് മാറ്റിയതും ഒക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇത് വളരെ തന്ത്രപരമായിട്ട് ജനങ്ങളിൽ ആ ഒരു മുഖം അല്ലെങ്കിൽ ആ ഒരു പേര് എപ്പോഴും ഇങ്ങനെ നിലനിർത്താനായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഫേസ്, ഈ രാജ്യത്തിൻ്റെ രക്ഷകൻ എന്നുള്ളൊരു ഫേസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണിത്. ഇവർക്ക് കുതന്ത്രങ്ങളാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഈ കുതന്ത്രങ്ങളിലൂടെ ആൾക്കാരെ പറ്റിച്ച് പവറിൽ വീണ്ടും തുടരാനുള്ള ഒരു രീതിയാണ് ഇവർ എപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരാൾ ഗുഹയിൽ പോയിട്ട് മറ്റേ സന്യാസി വേഷമൊക്കെ ധരിച്ചിരുന്നത്, ആ സമയത്ത് ഞാനൊരു ദൈവമാണെന്ന ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഞാനൊരു ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന, അല്ലെങ്കിൽ ദൈവം നേരിട്ടയച്ച വ്യക്തിയാണ് ഞാനെന്ന ഒരു കാര്യം ജനങ്ങളിലേക്ക് കുത്തിവെച്ച് ഇഞ്ചക്ട് ചെയ്ത് ജനങ്ങളെ ഭക്തരാക്കി മാറ്റി വോട്ട് ബാങ്കുകൾ ക്രിയേറ്റ് ചെയ്ത് അധികാരത്തേക്ക് വന്ന ആളാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ. ഡിസെൻറ്റ് ഈസ് ഡെമോക്രസി എന്ന് കേട്ടിട്ടില്ലേ? എതിരഭിപ്രായങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ കോർ, അല്ലെങ്കിൽ ജനാധിപത്യമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ മുന്നോട്ട് വരാനായിട്ട്, വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന എതിരഭിപ്രായങ്ങളും കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസമാണ്. കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം എപ്പോഴൊക്കെ ഈ വ്യക്തിയുടെ നേരെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ വ്യക്തി അതിനെ വളരെ മികച്ച രീതിയിൽ അയാളുടെ വളരെ ട്രിക്കറി ഉപയോഗിച്ച് ഇതിനെ മാറ്റി വിട്ടുകൊണ്ട് അത് അയാളെ ആൻറ്റി നാഷണലായിട്ട് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ അയാളെ ആൻറ്റി സോഷ്യലായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ, ആ ഒരു കൂട്ടത്തെ കാറ്റഗറൈസ് ചെയ്ത് ആക്ടിവിസ്റ്റുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ആക്ടിവിസ്റ്റുകൾ എന്നുള്ള പദവി അവരുടെ തലയിൽ കൊടുക്കുക. ഒരു പ്രൈം മിനിസ്റ്ററിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എല്ലാ മനുഷ്യരും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ പാർട്ടിയുടെ പേര് കുത്തിയില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വരെ ഈ രാജ്യത്ത് ഭയപ്പെട്ടു. ആ ഒരു ഭയം ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്, ആ ഒരു പവർ ഇമേജ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ടി ഇത്രയും നാൾ അധികാരത്തിലിരുന്നത്. എ നാർസിസിസ്റ്റ് ഈസ് നോട്ട് എ ഗോഡ്, ഹീസ് എ ഡെവിൾ. ഈ സൈക്കോപ്പതി എന്ന് പറയുന്ന കാര്യവും ഈ ഒരു ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ ഒരു വശമാണ് കേട്ടോ. ആ ഒരു ലെവൽ വരെ ഡിക്റ്റേറ്റർഷിപ്പ് പോകാൻ സാധ്യതയുണ്ട്. കംബോഡിയയിൽ ഖമർ റോ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ സൈക്കോപ്പത്തിക്കായിട്ടുള്ളൊരു ട്രെയ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഡിക്റ്റേറ്ററാണ്. അയാൾ അവിടെ ചെയ്തത് ഒരു ഗൂഢാലോചനയിലൂടെയുള്ളൊരു മാസ് കില്ലിംഗ് ആണ്. കുറേ പേരെ ഗൂഢാലോചനയിലൂടെ കൊന്നുകളഞ്ഞു. എന്നാൽ ഈ ഡിക്റ്റേറ്റേഴ്സിന് അവരുടെ ഈ മാസ് കൊലപാതകങ്ങളിൽ യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ഇന്ത്യയിൽ നടന്ന ആ മാസ് കില്ലിങ്ങിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ആ പള്ളി പൊടിച്ചിട്ടാണ് ഇപ്പോൾ ഒരു രാമക്ഷേത്രം വന്നിരിക്കുന്നത്.
ഞാൻ ശരിക്കും ഈ വീഡിയോയിൽ, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് പറയേണ്ട കുറേ കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ ധ്രുവരാട്ടിയും പിന്നെ മലയാളത്തിൽ ജെ ബിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 2 വീഡിയോകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ആ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ്. അതാണ് ആ 2 വീഡിയോയിലും പറയാത്ത ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ഡിക്റ്റേറ്റേഴ്സിൻ്റെ നാർസിസ്റ്റിക് ആയിട്ടുള്ള സൈഡും അവർ ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അവർ ഏതൊക്കെ തരത്തിലുള്ള ടാക്ടിക്സ് ഉപയോഗിച്ചാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങളിൽ ആ ഒരു വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ചൈന നടത്തിയ ആ ഒരു പ്രൊപ്പഗേണ്ട എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി നമ്മുടെ ഈ മീഡിയാസിനെ, മെയിൻ സ്ട്രീം മീഡിയാസിനെ കാശ് കൊടുത്ത് കയ്യിലെടുത്തത്. ഇപ്പോഴും പല കാര്യങ്ങളിലും നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസ് എല്ലാം അദ്ദേഹത്തിൻ്റെ ഭക്തരായിട്ട് നിൽക്കുകയാണ്. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉള്ളവരെയും അഭിപ്രായ വ്യത്യാസമുള്ളവരെയും ഒതുക്കുന്നത് ഈ പറയുന്ന ഡിക്റ്റേറ്റേഴ്സിന് ഈ പ്രധാനപ്പെട്ടൊരു ട്രീറ്റാണ്. ISRO ബഹിരാകാശത്തേക്കൊരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുകയാണ്. ആ സാറ്റലൈറ്റിൽ മോദിയുടെ ഫോട്ടോ വെച്ചിട്ട് അവിടെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സ്റ്റുപ്പിഡിറ്റി ആക്ച്വലി സയൻസിനെയും ഭക്തിയെയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കെട്ടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ലോകത്ത് മറ്റൊരു രാജ്യത്തിനും വന്നിട്ടുണ്ടാവില്ല ഇത്രയും മോശപ്പെട്ടൊരവസ്ഥ. ഇവിടെ ജനാധിപത്യം ഏകാധിപത്യം എന്ന് പറയുന്ന അവസ്ഥ പൂർണ്ണമായിട്ടും വന്നു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ധ്രുവരാട്ടി ആ വീഡിയോ ചെയ്തത്. അദ്ദേഹം വളരെ വൈദഗ്ധ്യത്തോടെ ഈ സമയത്ത് ആ വീഡിയോ ഇറക്കിയതിൻ്റെ കാരണം ഇന്ത്യ പൂർണ്ണമായിട്ടും ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകുന്നു എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയുടെ സയൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, നമ്മുടെ രാജ്യം അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ പൂർണ്ണമായും ജനാധിപത്യ വിരുദ്ധ മനുഷ്യരാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. We don't want to hate and despise one another. In this world there's room for everyone, and the good earth is rich and can provide for everyone. The way of life can be free and beautiful. We have not we have developed speed, but we have put ourselves in with abundance and everything one. Our knowledge has made us cynical, our cleverness hard and unkind. We think too much and feel too little. We need that. Without these qualities, life will be violent and all will be lost. The aeroplane and the radio have brought us closer together. The very name of these inventions cries out for the goodness in men, cries out for universal brotherhood, for the unity of us all. Even now, my voice is reaching millions throughout the world.